ഇത് റാൻഡി ഓർട്ടോന്റെ പുതിയ ഒരു ക്യാരക്ടർ തന്നെയാണ്. ഈ കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ റാൻഡി ഓർട്ടോൺ വീണ്ടും റിംഗിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള സ്മാക്ക് ഡൗൺ ആണ് ഇത് എന്നുള്ളത് ഓർക്കണം. വന്നിട്ടുണ്ടായിരുന്നത് കോഡിയെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്ന അതേ ടീഷർട്ടുമായിട്ടായിരുന്നു. ആ ടീഷർട്ടിലെ ചോരക്കര അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടൊരു സ്റ്റീൽ ചെയർ എടുത്തുകൊണ്ട് റിംഗിലിട്ട് അവിടെ നിന്നും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. തനിക്ക് ഒരുപാട് നാളുകളായിട്ട് വർഷങ്ങളായിട്ട് ഫാൻസിന്റെ അടുത്തുനിന്ന് നന്നായിട്ട് സ്നേഹം കിട്ടുന്നുണ്ട്. ഫാൻസിനെ മീറ്റ് ചെയ്യാനും കുട്ടികളെ മീറ്റ് ചെയ്യാനും അവർക്ക് നല്ല നല്ല നിമിഷങ്ങൾ കൊടുക്കാനും അവരുടെ മെർച്ചുകൾ സൈൻ ചെയ്യാനും തനിക്ക് വളരെയധികം ഇഷ്ടം തന്നെയാണ്. പക്ഷേ അതെല്ലാം തന്നെ ഇപ്പോൾ എംപ്റ്റി ആയിട്ടാണ്, ഒന്നുമില്ലാത്ത രീതിയിലാണ് തനിക്ക് തോന്നുന്നത്. ഒരു ഫാൻ ഫേവറേറ്റ് ലെജൻഡ് എന്നുള്ള രീതിയിൽ നിന്നും തനിക്കൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് റാൻഡി അവിടെ നിന്നും പറയാതെ പറയുകയുണ്ടായി. തനിക്ക് ചാമ്പ്യൻഷിപ്പുകളുടെ ലെഗസിയെ കൊണ്ടാണ് അറിയപ്പെടേണ്ടത്, അല്ലാതെ ഒരുപാട് പേരെ സന്തോഷിപ്പിച്ചതിന്റെ പേരിൽ തന്നെ അറിയപ്പെടാൻ താല്പര്യമില്ല എന്നുള്ളത് റാൻഡി പറഞ്ഞു. എന്നിട്ട് എലിമിനേഷൻ ചാമ്പർ വിജയിച്ചതിനെ കുറിച്ചും ഡ്രൂ മെക്കിന്ററിനെതിരെ മത്സരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം പ്രിപ്പയർ ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും കോഡി റോഡ്സിനെ തോൽപ്പിക്കാൻ തനിക്ക് കഴിയുമോ എന്നുള്ളത് അറിയില്ല എന്നുള്ളതും കോഡിയാണ് തന്നെ മെന്റലി വളരെയധികം പുഷ് ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും തന്റെ പഴയ ലെജൻഡ് കില്ലറിലേക്ക് തനിക്ക് പോകേണ്ടി വരും എന്നുള്ളതും തനിക്ക് കേൾക്കുന്ന വോയിസുകളെല്ലാം തന്നെ തനിക്ക് ലിസൺ ചെയ്യേണ്ടി വരും എന്നുള്ളതും 15ാമത്തെ വേൾഡ് ടൈറ്റിൽ വിജയിക്കേണ്ടി വരും എന്നുള്ളതും റസൽമേനിയയിൽ RKO ചെയ്യേണ്ടി വരും എന്നുള്ളതും റാൻഡി ഓർട്ടൺ അവിടെ നിന്നും പറയുകയുണ്ടായി. ബാക്ക് സ്റ്റേജിൽ വെച്ച് മാറ്റ് കാർഡോണയെ റാൻഡി കണ്ടു. അവർ തമ്മിൽ ചെറിയൊരു സംസാരമുണ്ടായി. മാറ്റ് കാർഡോണക്കിട്ട് റാൻഡിയുടെ വക ഒരു പഞ്ച് കൊടുത്തു. റാൻഡിക്ക് വീണ്ടും കൺട്രോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ജെല്ലി റോളിനെ കാണിക്കുകയുണ്ടായി. ജെല്ലി റോളും റാൻഡിയും തമ്മിലുള്ള ഒരു സംസാരമായിരുന്നു. ജെല്ലി റോൾ റാൻഡിയെ ഉപദേശിച്ചു. റാൻഡി തന്നെ പറഞ്ഞു തനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതെല്ലാം തന്നെ. എന്നിട്ട് ജെല്ലി റോളിനെ ഹഗ് ചെയ്യുകയുണ്ടായി. റാൻഡി അപ്പോഴേക്കും നന്നായി പോയോ. ഏറ്റവും അവസാനം വീണ്ടും റാൻഡി റിംഗിലേക്ക് വരികയുണ്ടായി. മാറ്റ് കാർഡോണയെ പബ്ലിക്കായിട്ട് വിളിച്ചു. അദ്ദേഹത്തോട് സോറി പറയുകയുണ്ടായി. കോഡി റോഡ്സിനോടും താൻ അപ്പോളജൈസ് ചെയ്യുമെന്നുള്ളതും റാൻഡി പറഞ്ഞു. അവർ രണ്ടുപേരും കൈ കൊടുത്തു, കെട്ടിപ്പിടിച്ചു. ലോ ബ്ലോ മാറ്റ് കാർഡോണ കിട്ടി. ലോ ബ്ലോ ആൻഡ് RKO. കോഡി റോഡ്സിനെ എങ്ങനെയായിരുന്നു അറ്റാക്ക് ചെയ്തത് അതുപോലെ തന്നെ മാറ്റ് കാർഡോണയെയും റാൻഡി അറ്റാക്ക് ചെയ്യുകയുണ്ടായി. അടിച്ചടിച്ച് അനൗൺസർ ടേബിളിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് സ്റ്റീൽ സ്റ്റെപ്പുകൾ വെച്ച് അതിന്റെ മുകളിൽ വെച്ചും അറ്റാക്ക് ചെയ്ത് വീണ്ടും റിംഗിലേക്ക് കൊണ്ടുവന്നിട്ട് കാർഡോണയുടെ കൈയിലേക്ക് ഒരു ചെയർ തിരികെ കയറ്റി വെച്ച് മാറ്റ് കാർഡോണയുടെ കൈയിലേക്ക് ഇഞ്ചുറി പറ്റിച്ചിരിക്കുന്നു റാൻഡി ഓർട്ടൺ.